ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി കണ്ടുവരുന്ന ഡെങ്കു ഫീവർ എന്ന രോഗത്തെ പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി അതിനായി പരിശ്രമിക്കാം. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കൊതുകിന്റെ കടിയിലൂടെ പകരുന്ന ഡെങ്കു എന്ന രോഗത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നതിനായി കൊതുകിന്റെ പെരുകൽ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം. കൂടാതെ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. അയഞ്ഞതും കൈനീളമുള്ളതും കൂടുതൽ ശരീരഭാഗങ്ങൾ മൂടത്തക്ക രീതിയിലുള്ള ഷർട്ടുകളും മറ്റു വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ടും നീളമുള്ള പാന്റുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടും വീടിനുള്ളിലും പുറത്തും ഒരു പരിധി വരെ നമുക്ക് കൊതുക് കടിയെ പ്രതിരോധിക്കാം. വീടിനുള്ളിലേക്ക് കൊതുകുകൾ കയറുന്നതിന് കഴിവതും തടയത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടും ഉറങ്ങുന്ന സമയത്ത് മോസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് കൊതുകുകളെ പ്രതിരോധിക്കാം. കൊതുകുകൾ സാധാരണയായി ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ സ്ഥലങ്ങളിൽ കാണപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ വീടിനുള്ളിൽ എല്ലാ ഭാഗത്തും വായു സഞ്ചാരം ഉണ്ടാകുന്നുണ്ട് എന്നും ഈർപ്പരഹിതമാണ് എന്നും ഉറപ്പുവരുത്തുക. പലതരത്തിൽ വിപണിയിൽ ലഭ്യമായ മോസ്കിറ്റോ റിപ്പല്ലന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊതുകുകടിയെ തടയാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ ഡെങ്കുവിനൊപ്പം മറ്റു മഴക്കാല രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാം.